ഓം നമോ ഭഗവതേ വാസുദേവായ. രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ. ഗോകുലത്തിൽ രാമകൃഷ്ണന്മാർ എല്ലായിടത്തും ഓടി നടക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് അവരുടെ വികൃതിയും കൂടി. കണ്ണന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് വെണ്ണയാണല്ലോ. കണ്ണൻ ഒരു ദിവസം എന്തു ചെയ്തെന്നറിയാമോ? അമ്മ തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുമ്പോൾ അവൻ അടുത്തു ഇരുന്ന് കൈനീട്ടി. എന്തിനാണെന്നോ? വെണ്ണയ്ക്കു വേണ്ടി. യശോദ വെണ്ണ ഒരു ഉരുളയാക്കി കയ്യിൽ വെച്ചു കൊടുത്തു. കണ്ണൻ അതും കൊണ്ട് പുറത്തേക്ക് പോയി. അവിടെ നിന്നും വെണ്ണ മുഴുവനും കഴിച്ച് അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മ ചോദിച്ചു, എന്താ ഉണ്ണി, വെണ്ണ കഴിച്ചോ എന്ന്. അതിന് കണ്ണൻ എന്താണ് മറുപടി പറഞ്ഞതെന്നറിയണ്ടേ? ഇല്ലമ്മേ, വെണ്ണയെല്ലാം കാക്ക കൊണ്ടുപോയി. എനിക്ക് വിശക്കുന്നു, വെണ്ണ വേണം എന്ന് പറഞ്ഞ് കൈനീട്ടി. യശോദയ്ക്ക് ഉണ്ണിയുടെ കളികളെല്ലാം മനസ്സിലായി. എങ്കിലും യശോദ ഒരു ഉരുള കൂടി കണ്ണന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോൾ കണ്ണൻ മറ്റേ കൈയും കാണിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്താ അമ്മേ, അമ്മ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ കൈ കരയുന്നത് കണ്ടില്ലേ അമ്മ? അമ്മ ഭേദം കാണിക്കരുത്. ഈ കൈ പാവമല്ലേ, ഇതിനും ഒരു ഉരുള കൊടുക്കണം. യശോദയ്ക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ഈ ഉണ്ണിയുടെ ഒരു കുസൃതി എന്ന് പറഞ്ഞ് ആ കയ്യിലും വെണ്ണ വെച്ചു കൊടുത്തു. യശോദ എന്തിനോ എഴുന്നേറ്റുപോയി. യശോദ വരുന്നതിനുള്ളിൽ ഒരു കയ്യിലെ വെണ്ണ വായിലിട്ട് കൈ നീട്ടിയിരുന്നു. യശോദ തിരിച്ചു വന്നപ്പോൾ കൈ നീട്ടിയിരിക്കുന്ന കണ്ണനെയാണ് കാണുന്നത്. ഇത്ര വേഗം നീ വെണ്ണ കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലമ്മേ, വെണ്ണയെല്ലാം ഉരുകിപ്പോയി. നോക്കൂ, കൈ കരയുകയാണ്, പാവം കൈ. യശോദയ്ക്ക് ചിരിയടക്കാനായില്ല. ചിരിച്ചുകൊണ്ട് വീണ്ടും കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്തു. ഉണ്ണി വെണ്ണയും കൊണ്ട് പുറത്തേക്ക് പോയി. എന്തിനാണെന്നറിയണ്ടേ? അവിടെ അവന്റെ കൂട്ടുകാരെല്ലാം നിൽക്കുന്നുണ്ട്. അവർക്ക് വെണ്ണ കൊടുക്കാനാണ് പോയത്. കൂട്ടത്തില് ജ്യേഷ്ഠൻ ബലരാമനും ഉണ്ട്. കണ്ണന് കുട്ടികൾ മാത്രമല്ല കൂട്ടുകാർ. കുരങ്ങ്, പൂച്ച, മയിൽ, ഇങ്ങനെ തുടങ്ങി കുറേ പേരുണ്ട്. കണ്ണന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല വെണ്ണ, പാൽ, തൈര് എന്നിവ എടുക്കുന്നത്. ഗോപികമാരുടെ വീട്ടിലെല്ലാം പോയി എല്ലാം എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഗോപികമാർക്കൊക്കെ വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങി. ഗോപികമാരെല്ലാം കൂടി ആലോചിച്ച് യശോദയോട് കാര്യം പറയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടി യശോദയുടെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ പറഞ്ഞു. കണ്ണനും കൂട്ടുകാരും വന്ന് ഉറിയിൽ വെച്ച വെണ്ണയും പാലും തൈരുമെല്ലാം എടുത്ത് കഴിക്കുന്നു. അത് മാത്രമല്ല, പാത്രങ്ങളെല്ലാം ഉടച്ചിടുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യുക? കണ്ണന്റെ വികൃതി അത്രയ്ക്കായിട്ടുണ്ട്. അപ്പോൾ യശോദ പറഞ്ഞു, കണ്ണനെ നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാണ് പരാതി പറയുന്നത്? ആരുടെയൊക്കെ പാത്രങ്ങളാണ് പൊട്ടിച്ചത് എന്ന് പറയൂ. ഞാൻ നിങ്ങൾക്ക് പുതിയ പാത്രങ്ങൾ വാങ്ങിത്തരാം. സങ്കടപ്പെടണ്ട, സമാധാനമായി പോയിക്കോളൂ എന്ന് പറഞ്ഞു എല്ലാവരെയും പറഞ്ഞയച്ചു. സർവം കൃഷ്ണാർപ്പണം.